അസ്സലാമു അലൈക്കും. സൂഫി സംഗീതത്തിൻ്റെ ആഴങ്ങൾ എന്നുള്ളത് സൂഫി സംഗീതത്തെ പറ്റി അതിൻ്റെ ഏത് ഡയമെൻഷനെ പറ്റിയും പറയാൻ പറ്റിയൊരു ടൈറ്റിലാണ്. അതോടൊപ്പം നമ്മുടെ മൊത്തത്തിലുള്ള തലക്കെട്ട് പ്രതിരോധത്തിൻ്റെ സംഗീതം എന്നതായതുകൊണ്ട് അതിനെ രണ്ടിനെയും ഇഴചേർത്തുകൊണ്ട് എൻ്റെ ഉള്ളിൽ വരുന്ന ചില ആലോചനകളെ പങ്കുവയ്ക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ സൂഫി സംഗീതം, സൂഫിസം എന്ന് ചേർത്ത ഞാൻ കുറച്ച് അടുത്ത് വന്നുകൊണ്ടായിരിക്കും ഫീലായി. ഓക്കെ അല്ലേ? ഇപ്പോൾ അയിമൊന്നും കളിക്കണ്ട, ഞാൻ കളിച്ചോളാം, അതാണ് നല്ലത്. ഇപ്പോൾ ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ ഈ സൂഫി സംഗീതം എന്ന് പറയുന്ന ഈ ടേം സൂഫിസവുമായി ബന്ധപ്പെട്ട് എന്ത് ചേർന്ന് വരുമ്പോഴും ഇത്തരം സദസ്സുകളിൽ സ്വാഭാവികമായിട്ടും ആ ചേർന്ന് വരുന്നതിനെക്കുറിച്ചുള്ള ചർച്ചയേക്കാൾ എന്താണോ അതിൻ്റെ മെയിൻ കാര്യത്തെ പറ്റിയാണ് ചർച്ച വരിക. അപ്പോഴത്തേക്ക് നമ്മളതിൻ്റെ സംഗീതത്തെ പറ്റിയൊക്കെ പറഞ്ഞു വരുമ്പോഴും പിന്നെ സൂഫിസ് എന്താണ്, അവരെന്താണ് ചെയ്തത്, സൂഫികളെ കൊണ്ടുള്ള ഗുണം എന്താണ്, അവരെന്താണ് ഒളിച്ചിരിക്കുന്നത്, ഇങ്ങനെ ഒരു രീതിയിലൊക്കെ ആയിരിക്കും പൊതുവെ ഈ ചർച്ച പോകാറുള്ളത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇത്തരത്തിലുള്ള ഈ ഇലാഫത്തുള്ള ഈ ചേർക്കലുള്ള ഏത് ടൈറ്റിലിനും സൂഫിസം എന്താണെന്നൊന്ന് വേറെ പറഞ്ഞു വെക്കേണ്ടി വരും. അപ്പോൾ തൽക്കാലം ഇപ്പം നമ്മൾ അതിലേക്ക് പോകുന്നില്ല. ഓരോ ആൾക്കാർ എന്താണോ അത് മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് സൂഫിസം അങ്ങനെ ഇരിക്കട്ടെ. എന്നിട്ട് ഞാൻ നേരെ സൂഫി സംഗീതം എന്നുള്ള ടൈറ്റിലേക്ക് പോകും. അപ്പോൾ പൊതുവെ സംഗീതം എന്ന് പറയുന്ന ആ ഒരു കാര്യം, മ്യൂസിക് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് മാത്രം എടുക്കുമ്പോൾ നമുക്കറിയാം അതൊരു രൂപരഹിതമായ, അതല്ലെങ്കിൽ മധ്യസ്ഥതയിൽ നിന്ന് വിമുക്തമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു വാക്കുമില്ലെങ്കിലും അർത്ഥത്തെ ദ്യോതിപ്പിക്കുന്ന ഒരു പ്രയോഗവും ഇല്ലെങ്കിലും എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു രസമുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു രൂപരാഹിത്യമാണ് സൂഫികൾ സംഗീതത്തെ ഒരു പ്രധാനപ്പെട്ട മാധ്യമമാക്കി എടുക്കാനുള്ള ഒരു കാരണമെന്ന് സമായെക്കുറിച്ച് പഠിക്കുന്ന ആളുകൾ പറയും. സമാ എന്ന് പറയുന്ന സൂഫി സംഗീതത്തിൻ്റെ ആലാപനം അതിൻ്റെ ചിട്ടവട്ടങ്ങളിൽ പാടുന്ന സ്ഥലങ്ങളിലൊക്കെ ഉള്ള അതിൻ്റെ മുഖദ്ദിമകളിൽ അതിൻ്റെ ആമുഖങ്ങളിൽ ഈ അർത്ഥത്തിൽ പറയാറുണ്ട് ഇതിൻ്റെ ഈ രൂപരാഹിത്യത്തെക്കുറിച്ച്. വേറെ ഏത് കലകളിൽ നിന്ന് അതിനുള്ളൊരു മാറ്റം ഇതാണെന്നുള്ളത്. കാരണം കേവലം ശബ്ദം മാത്രമാണ്. പിന്നെ ആ ശബ്ദത്തിൽ നമുക്ക് എന്തെങ്കിലും അർത്ഥങ്ങളുള്ള കാര്യങ്ങൾ പറയാം, വാക്കുകൾ പറയാം. പക്ഷേ ഏതെങ്കിലും ഒരു അകാരമോ ഉകാരമോ ഒക്കെ നമുക്ക് മ്യൂസിക്കായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ അതൊരു കേവലമായ ഒരു ശബ്ദമല്ല, ഒരു കേവലമായ ഒരു കേവലതയല്ല എന്നുള്ള അർത്ഥത്തിലാണ് സമാല് ശബ്ദത്തെ സമീപിക്കുന്നത്. കാരണം ആ ശബ്ദത്തിലൂടെ ഈ ആധ്യാത്മികമായിട്ട് മുന്നോട്ട് പോകുന്ന ആളുകൾ പറയും പഞ്ചഭൂതങ്ങളിൽ ചെവി ആകാശവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ആകാശം എന്ന് പറയുമ്പോൾ ഒരു ഹൃദയാകാശം എന്നുള്ള നിലക്ക് തന്നെയാണ്. മനുഷ്യൻ്റെ ആകാശവുമായി ബന്ധപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ചെവി എന്ന് പറയുന്നത്, കേൾവി, ശ്രവണം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇത്തരം പാട്ട് സദസ്സുകൾക്ക് സമാ എന്ന് പറയാൻ തന്നെയുള്ള കാരണം. അപ്പോൾ ഈ ശബ്ദത്തെ ദൈവം രൂപരഹിതമായ ഒന്നാണ്, രൂപത്തെ മുഴുവൻ ഇല്ലാതെ ആക്കിക്കൊണ്ടാണ് ഇബാദത്തിലൊക്കെ അള്ളാഹുവിനെ നമ്മൾ കൊണ്ടുവരേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ അതിന് സമാനമായിട്ടാണ് ഈ ശബ്ദത്തെ. കാരണം ശബ്ദത്തിന് വേറൊരു രൂപമില്ല. ഞാൻ എങ്ങനെയാണോ അത് ചൊല്ലുന്നത് അത് തന്നെയാണ് അതിൻ്റെ ഒരു രൂപമായിട്ട് വരുന്നത്. അതുകൊണ്ടാണ് നാദത്തെ വേറെ ട്രഡീഷനിൽ നാദത്തെ തന്നെ നാദബ്രഹ്മം, നാദം തന്നെയാകുന്നു ബ്രഹ്മം എന്നൊക്കെ വരാനുള്ളൊരു കാരണം ഇതാണ്. അതുകൊണ്ടാണ് സൂഫിസത്തെ മുഹമ്മദീയമായ പാരമ്പര്യം സൂഫിസത്തിൻ്റെ ഒരു തുടർച്ചയായി മനസ്സിലാക്കുകയും സൂഫിസം എന്ന് പറയുന്നത് തസവുഫ് എന്ന് പറയുന്നത് ആദി മനുഷ്യൻ തൊട്ട് തന്നെയുള്ള ആധ്യാത്മികമായ ഈ ഒരു ചിന്തകളുടെ അല്ലെങ്കിൽ ദൈവത്തെ പ്രണയാതുരമായി സമീപിക്കുന്ന ഒരു ചിന്തയുടെ തുടർച്ചയാണ് എന്ന് ആ നിലക്ക് പറയുന്ന
ഒരർത്ഥത്തിൽ നോക്കുമ്പോൾ അവർ പറയുക മുഹമ്മദീയമായ ആ പരിപൂർത്തിയോടുകൂടിയാണ് മനുഷ്യ ചരിത്രത്തിൽ പൂർണ്ണമായും രൂപരഹിതമായ ഒന്നിനെ ഏറ്റവും നന്നായി ഉള്ളിൽ ആവിഷ്കരിക്കാൻ പറ്റിയ ഒരു സാധനാ മാർഗമുണ്ടായത് മുഹമ്മദീയ പാരമ്പര്യത്തിലൂടെയാണ്. അതിൻ്റെ പരിപൂർത്തി സംഭവിച്ചത് എന്ന് സൂഫിസത്തെ ഒരു തുടർച്ചയായിട്ട് പറയുന്നവർ പറയാറുണ്ട്. അപ്പം അതിന് ഏറ്റവും നല്ല മാധ്യമം സംഗീതമാണ്. ഈ നിലക്കാണ്. അപ്പോൾ ഈ രൂപരാഹിത്യം, രൂപരഹിതനായ ദൈവം, രൂപരഹിതമായ അഥവാ ശബ്ദം എന്നത് രൂപരഹിതമാണ്. ഈ ഒരു ബന്ധത്തെ മനസ്സിലാക്കിക്കൊണ്ടാണ് സമായുടെ ഒരു പോക്ക് സംഭവിക്കുന്നത് എന്നുള്ളത്. ഇത് അപ്പോൾ ശബ്ദം ഒരു അർത്ഥവുമില്ലെങ്കിലും ശബ്ദം കൊണ്ടുള്ളൊരു ആവിഷ്കാരമാണ്. ഞാൻ സമ എങ്ങനെയാണ് സൂഫി സംഗീതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനം എങ്ങനെ വരുന്നത് എന്നതിലേക്ക് അതിൻ്റെ ഒരു വാതിൽ തുറക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഏറ്റവും രൂപരഹിതമായ ദൈവത്തെ പുകഴ്ത്താനും പ്രണയിക്കാനും അതേക്കുറിച്ച് പറയാനും വെറുതെ ചിലപ്പോൾ ശബ്ദം മാത്രം മതിയാകും. ആ ശബ്ദം മാത്രമല്ല, കാഴ്ച കൊണ്ടും കേൾവി കൊണ്ടൊക്കെ സാധ്യമാണ്. ഇതൊരു കലാവിഷ്കാരം എന്നുള്ള നിലയ്ക്ക് ഇതിനെയാണ് ഈ ശബ്ദത്തിൽ എടുക്കുന്നത്. നമ്മൾ ഇത് പറയുമല്ലോ, ഇതേക്കുറിച്ചൊരു അർത്ഥവിചാരമൊന്നും ഇല്ലാത്ത ഒരാൾക്കൊരു ശബ്ദം കേട്ട് അതിനകത്തൊന്നുമില്ലല്ലോ, വെറുതെ അയാൾ മൂളാണെന്ന് പറയാൻ പറ്റും. പക്ഷെ ആ മൂളലിന് വേണ്ടിയല്ല എന്നുള്ളതാണ്. ഈ കലക്ക് വേണ്ടി എന്നുള്ളൊരു സംവാദം ഉണ്ടല്ലോ പഴയ കാലത്ത്. അപ്പം ഈ കലക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ കല വെറും കലക്ക് വേണ്ടിയാണ്. കലക്ക് വേറെ ഒരു കാര്യവും ദ്യോതിപ്പിക്കാനോ പ്രകടിപ്പിക്കാനോ ഉള്ളതല്ല. കല ഒരു ആശയ പ്രചാരണത്തിനുള്ളതല്ല, ആശയ സംവേദനത്തിനുള്ളതല്ല. കലക്ക് വേണ്ടിയാണ് എന്നല്ല ശരിക്കും അതിൻ്റെ അർത്ഥം. ആ സമയത്ത് കല കൊട്ടാരത്തിൻ്റെതും അധികാരികളുടേതും ആയപ്പോൾ കലക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ കല അധികാരികളുടേതല്ല എന്ന് പറയാനും കൂടിയാണ് ഈ കലക്ക് വേണ്ടി. ഇതിനോട് സമാനമായ ഒരു കാര്യം ഈ സൂഫി സംഗീതത്തിൽ സംഭവിക്കുന്നുണ്ട്. അപ്പം എങ്ങനെയാണ് സൂഫികളും സൂഫി സംഗീതവും അതിൻ്റെ ലിറ്ററേച്ചറും അതിൻ്റെ ആലാപന ക്രമങ്ങളും റിബലാകുന്നത് എന്നതിലേക്കുള്ള ഒരു വഴിയാണ് ഞാൻ ഈ പറഞ്ഞു വെക്കുന്നത്. ഇനി ഞാൻ അതിൻ്റെ ഈ പ്രതിരോധ രീതിയിലേക്ക് നേരെ പോകാം. കാരണം അതല്ലാത്ത ചർച്ചകൾ നമ്മൾ മുമ്പും ഇവിടെ പല സദസ്സുകളിലും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. സൂഫികളുടെ എന്ന് വെക്കേണ്ട എല്ലാ സൂഫികളും സംഗീതത്തിലൂടെ മുന്നോട്ട് പോയവരല്ല. ഇപ്പം ഇന്ത്യയിൽ തന്നെ ചിഷ്തി ട്രഡീഷനാണ് സംഗീതത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു രീതിയും മാർഗവുമായി സ്വീകരിക്കുന്നത്. അങ്ങനെ അല്ലാത്തതുണ്ട്. സംഗീത വിരുദ്ധമായ സൂഫി ട്രഡീഷനുണ്ട്. നക്ഷബന്ദി പോലുള്ള സൂഫി ട്രഡീഷൻ സംഗീത വിരുദ്ധമാണ്. സംഗീതം ചിലപ്പോൾ അതിൽ നിന്ന് അകറ്റിയേക്കും, അതിൽ ആറാടിയേക്കും എന്നുള്ള അഭിപ്രായക്കാരായിട്ടുള്ള സൂഫി പാരമ്പര്യങ്ങളും യഥാർത്ഥത്തിൽ നമ്മൾ ഇന്ത്യയെ മാത്രം എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളതാണ്. ഈ ചിഷ്തി ട്രഡീഷൻ, അതിൽ തന്നെ നിസാമുദ്ദീൻ മെഹബൂബ ഇലാഹിയുടെ നേരത്തെ പറഞ്ഞ ഡിസിപ്പിൾ ആയിരുന്ന അമീർ ഖുസ്രുവിലൂടെയാണ് അത് കൂടുതൽ അതിൻ്റെ നിറം സ്വീകരിച്ചത് ഈ ചിഷ്തി ട്രഡീഷനിലാണ്. അപ്പോൾ അവരേതിനോടാണോ അവരുടെ പ്രതിരോധം രണ്ട് കാര്യങ്ങളോടായിരുന്നു എല്ലാ കാലത്തും എന്നുള്ളത്. അതിൽ ചിലതിൽ വിവാദങ്ങളുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഒന്ന് നിലവിലുള്ള അധികാരത്തോടാണ്, രണ്ട് പൗരോഹിത്യത്തോടാണ്. രണ്ടും അവരെ സംബന്ധിച്ചിടത്തോളം അധികാരം തന്നെയായിരുന്നു. അതോടൊപ്പം ചരിത്രത്തിൽ കൊട്ടാരത്തിൽ നിന്ന് സൂഫികളുണ്ട്. ആ ചർച്ച എനിക്ക് തോന്നുന്നത് ഈ ഫിഖ്ഹും കൊട്ടാരവും തമ്മിലുള്ള ബന്ധം പോലെ തന്നെയാണ്. അധികാരത്തെയും ഈ ഭൗതിക പ്രമത്തതയെയും ഒക്കെ വിമർശിക്കുകയും അതിനെതിരെ പറയുകയും ചെയ്ത ഒരുപാട് ഫുഖഹാക്കൾ അവരുടെ എഴുത്തും അവരുടെ പ്രസിദ്ധീകരണങ്ങളും ആ കാലത്തുള്ള അതൊക്കെ നടന്നൊക്കെ കൊട്ടാരങ്ങളുടെയും അധികാരങ്ങളുടെയും കീഴിൽ തന്നെയാണ്. ആ നിലക്ക് ചില സൂഫികൾ കൊട്ടാരത്തിൽ വസിച്ചവരും കൊട്ടാരത്തിൽ അധികാരത്തോട് ചേർന്ന് നിന്നവരൊക്കെ ഉണ്ട്. അത് വ്യക്തിപരമായിട്ടുള്ളൊരു കാര്യമാണ്. അതിലേതായാലും ഡിബേറ്റുള്ള ഒരു കാര്യമാണ്. ഏതായാലും ഈ രണ്ട് അധികാരങ്ങളായിരുന്നു. അടിസ്ഥാനപരമായിട്ട് അവർക്ക് ഒരു അധികാരമേ ഉള്ളൂ. ദൈവത്തെ നിങ്ങളാരും ഞങ്ങൾക്ക് കച്ചവടം ചെയ്യേണ്ടതില്ല, ദൈവം മതക്കമ്പോളത്തിലെ ഒരു കച്ചവടച്ചരക്കല്ല എന്നുള്ളതാണ് സൂഫികൾ പൊതുവെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തുടർച്ചയാണ് നേരത്തെ പറഞ്ഞ വായിസ് അഥവാ വായിൽ എന്ന് പറയുന്നത് അവരുടെ പ്രധാനപ്പെട്ട ഒരു പാട്ടുകളിലൊക്കെ ഒരു അഭിസംബോധിതൻ ആയി മാറാനുള്ളൊരു കാരണം യഥാർത്ഥത്തിൽ അതാണ്. ആ നിലക്ക് അവർ ഈ അധികാരത്തോടാണ് എല്ലാ കാലത്തും കലഹിച്ചിട്ടുള്ളത്.
ദൈവം ആരുടെയും അധികാര പരിധിയിലല്ല. അത് നിങ്ങൾ കച്ചവടം ചെയ്യുകയും വേണ്ട. ദൈവം ഓരോരുത്തരുടേതുമാകുന്നു. അതിന് ഓരോരുത്തർ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ പ്രണയിക്കുന്നു എന്നുള്ള നിലക്കാണ് ഈ സൂഫി ഗാനങ്ങളിൽ, സൂഫി സംഗീതത്തിൽ ഇത് വന്നിട്ടുള്ളത്. ഏതായാലും ഈ മ്യൂസിക്കിനെ പൊതുവെ മ്യൂസിക്കോളജിസ്റ്റുകൾ മ്യൂസിക്കിന് 2 ഡയമെൻഷൻ പറയും. ഒന്ന് അതിൻ്റെ സാങ്കേതികമായ ആ വശം, സംഗീതത്തിൻ്റെ രൂപപരവും സാങ്കേതികവും അതിൻ്റെ ശബ്ദവിന്യാസപരവും സ്വരത്തിൻ്റെ ക്രമവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട അതിൻ്റെ അക്കമ്പനിങ് ഇൻസ്ട്രുമെൻ്റൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു തലം. മറ്റൊന്ന് അതിൻ്റെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരികമായിട്ടുള്ള തലം. ഇത് എല്ലാത്തരം മ്യൂസിക്കുകൾക്കും ഈ 2 ഡയമെൻഷൻ ഉണ്ടാവും. ഇത് സ്വാഭാവികമായിട്ട് സൂഫി സംഗീതത്തിനും ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെ വരികയാണെങ്കിൽ ജസ്റ്റ് നമുക്ക് സൂഫി സംഗീതത്തെ, ഈ ലിറ്ററേച്ചറും ആലാപനവും അടക്കമുള്ള സൂഫി സംഗീതത്തിലുള്ള 3 കാര്യങ്ങളിലൂടെ, കാരണം കുറഞ്ഞ സമയമാണല്ലോ ഉള്ളത്, അതിലൂടെ നമുക്കൊന്ന് സഞ്ചരിച്ച് നോക്കുകയാണെങ്കിൽ, ഒന്ന് അതിൻ്റെ സൂഫി സംഗീതത്തിൻ്റെ ഉള്ളടക്കം, അതിൽ പറയുന്ന ആശയം എന്താണ് എന്നുള്ളത്. രണ്ടാമത്തത് അതിൻ്റെ ഒരു ഏത് സാങ്കേതികതയ്ക്കകത്താണ് വരുന്നത്, ഏതെല്ലാം സംഗീത രൂപങ്ങളിലൂടെയാണ് അത് വന്നത്, ഏതെല്ലാം സംഗീത ഉപകരണങ്ങളാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത്, അതിലുള്ള ചർച്ചകളും മറ്റൊക്കെയാണ് ഒന്ന്. മറ്റൊന്ന് അതിൻ്റെ അത് തീർക്കുന്ന ആസ്വാദനത്തിൻ്റെ അനുഭൂതിയുടെ തലം. ഇങ്ങനെ 3 രീതിയിൽ നമുക്ക് ഇതിനെ കാണാം. അപ്പോൾ ആദ്യം ഉള്ളടക്കമാണ്. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, അതിൻ്റെ സൂഫി സംഗീതത്തിൻ്റെ ഉള്ളടക്കം പ്രധാനമായി ദൈവവും പരിശുദ്ധ പ്രവാചകനും സൂഫി ഗുരുക്കന്മാരും അവരുടെ ഉൾജ്ഞാനങ്ങളുടെ തലവുമാണ്. ഇതാണ് ഏത് തരം സംഗീത രൂപങ്ങളിലൂടെ വന്നാലും, ഏത് ഇൻസ്ട്രുമെൻസിൻ്റെ കൂടെ പോയാലും ഒക്കെ സൂഫി സംഗീതത്തിൻ്റെ ഉള്ളടക്കം, അതിൻ്റെ അല്ലെങ്കിൽ അതിൽ പറയപ്പെടുന്ന ആശയം എന്ന് പറയുന്നത് ഈ ദിവ്യപ്രണയം, പരിശുദ്ധ പ്രവാചകരോടുള്ള പ്രണയം, ഗുരുക്കന്മാരോടുള്ള പ്രണയം, അവർ പകർന്ന് തരുന്ന ജ്ഞാനം എന്നിവയാണ്. ഇത് പൊതുവെ മതത്തിൻ്റെ ബാഹ്യ തലത്തിൽ നിന്ന് ചിലത് വിഭിന്നമായിരിക്കും, ചിലത് തീർത്തും എതിരായിരിക്കും. ഇങ്ങനെയാണ് അതിലുള്ളത്. നമ്മളതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്നല്ല ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്, ഇങ്ങനെയാണ് അതിൽ ഉള്ളത് എന്ന് പറയുകയാണ്. അതിൽ അവർ ഏത് തരത്തിലുള്ള ഭാഷകളും അതിന് വേണ്ട ഉദാഹരണങ്ങളും സ്വീകരിക്കും. അത് ചിലപ്പോൾ നിലവിലുള്ള മതത്തിൻ്റെ ഫത്വകൾക്കകത്തോ അല്ലെങ്കിൽ നിലവിൽ തുടർന്നു കൊണ്ടിരിക്കുന്ന പൊതുവെയുള്ള പുറത്തുള്ള മതവിശ്വാസികളുടെ ആ രീതിക്കനുസരിച്ചോ ചിലപ്പോൾ ആയിക്കൊള്ളണം എന്നില്ല എന്നുള്ളത്. പക്ഷെ ഇവിടെ ഒരു ക്ലീശയുണ്ട്, ഇവരിങ്ങനെ ദൈവത്തെ പ്രണയിച്ച് ഇങ്ങനെ നടക്കുകയാണ്, ഇവർ വേറെ ഒരു കാര്യവും ചെയ്യുന്നില്ല. ഇങ്ങനെ ഒരു സാമൂഹിക വിരുദ്ധമായ ഒരു ദിവ്യപ്രണയത്തെ ആരോപിക്കും. അതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ദിവ്യപ്രണയം തീർത്തും സാമൂഹിക പരാങ്മുഖമായ ഒന്നാണ് എന്ന് വരികയാണ് ചെയ്യുന്നത്. അങ്ങനെയല്ല. ഈ സമൂഹത്തിൽ നിന്ന് തന്നെയാണ് ദിവ്യപ്രണയം ഉണ്ടാകുന്നത്. ഒരാൾക്ക് ദൈവത്തെ കാണാൻ ഇവിടെ ഉള്ളത് ഈ ദുനിയാവും ഈ സമൂഹവും തന്നെയാണ്. ഈ സമൂഹത്തിൽ നിന്ന് തന്നെയാണ് ഓരോരുത്തരും ദൈവത്തെ അറ്റൈൻ ചെയ്യുന്നത്, ദൈവത്തെ അനുഭവിക്കുന്നത് ഈ സമൂഹത്തിൽ നിന്ന് തന്നെയാണ്. അപ്പം ദിവ്യപ്രണയം എന്ന് പറഞ്ഞാൽ സാമൂഹിക പരാങ്മുഖമായ ഒരു കാര്യമല്ല. യഥാർത്ഥത്തിൽ സമൂഹത്തിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നതാണ്. സമൂഹത്തിൻ്റെ ഭാഷയാണ് അവർ ഉപയോഗിക്കുന്നത്, സമൂഹത്തിനോടാണത് പറയുന്നത്. പ്രത്യേകിച്ച് സംഗീതത്തിലാകട്ടെ സമൂഹത്തിലാണത് അവതരിപ്പിക്കുന്നത്. ഇതിന്നൊക്കെ നിർത്തിപ്പോകുന്നുണ്ട്. ഇപ്പോൾ ഹസ്രത്ത് ഇനായത് ഖാൻ അതുപോലും നിർത്തിയിട്ട് മുന്നോട്ട് പോകുന്ന ആളുകളുണ്ട്. ആ സംഗീതം അതിൽ നിന്ന് എന്നിട്ട് അദ്ദേഹം അത് നിർത്തിയിട്ടാണ് ഈ സൂഫി പ്രചാരണങ്ങളിലേക്ക് പോകുന്നത്. ആ രീതിയുണ്ട്. പ്രവാചകരെ, അപ്പോൾ ദൈവത്തെ അങ്ങനെ കാണുന്നു, പ്രവാചകരെയും അങ്ങനെ കാണുന്നു. അതൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. പലപ്പോഴും നിങ്ങൾ എന്നെ കേട്ടതായിരിക്കും, പ്രവാചകനെ കേവലം ഒരു ദൂതൻ എന്നുള്ള നിലക്കല്ല കാണുന്നത്. ദൂതൻ ആയിരിക്കെ തന്നെ അതിനെ ഓരോന്നിനെയും ഒരു അലങ്കാരപ്രധാനമായി കാണുന്ന, നിങ്ങളിൽ അള്ളാഹുവിൻ്റെ റസൂലുണ്ട് എന്ന് പറയുമ്പോൾ ആ ഒരു ചരിത്ര പുരുഷൻ എന്നുള്ള നിലയിൽ നിന്ന് മാറി ഓരോരുത്തരും തന്നിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാന്നിധ്യമായിട്ടാണ് മനസ്സിലാക്കുന്നത്. നിങ്ങളതിൽ അറിവ് നേടേണ്ടതുണ്ട്. അന്നഫീക്കും, നിങ്ങളിലാകുന്നു റസൂൽ അള്ളാഹുവിൻ്റെ ദൂതൻ റസൂൽ ഉള്ളത് എന്ന് ഓരോരുത്തരും അവരവരുടെ ഉള്ളിൽ അനുഭവിച്ചറിയേണ്ട കാര്യമാകുന്നു. ആ അനുഭവത്തെ
പല രീതിയിൽ പാട്ടാക്കിയിട്ട് അത് അവതരിപ്പിക്കുന്ന ഒരു രീതി. ഇതാണ് ഒരു വ്യതിരിക്തത എന്ന് പറയുന്നത്. വ്യതിരിക്തത മാത്രം പറഞ്ഞു വെക്കുക. മറ്റൊന്ന് ഗുരുക്കന്മാരുടെ അവദാനങ്ങൾ. ഈ നമ്മൾ പറയുമല്ലോ, സൂഫികളായിട്ടുള്ളവരും അല്ലെങ്കിൽ അല്ലാത്തവരും, ഇങ്ങനെയുള്ളൊരു വിഭജനം നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഇവർക്ക് ദൈവത്തെക്കുറിച്ച് വേറൊരു സങ്കല്പമാണ്, മറ്റവർക്ക് ദൈവത്തെക്കുറിച്ച് വേറൊരു സങ്കല്പമാണ്. പ്രവാചകരെക്കുറിച്ചും രണ്ടു കൂട്ടർക്കും രണ്ട് സങ്കല്പമാണ്, ഗുരുക്കന്മാരെക്കുറിച്ചും രണ്ടു കൂട്ടർക്കും രണ്ട് സങ്കല്പമാണ് എന്നൊക്കെ പറയുന്നത്. ഈ സങ്കല്പത്തിൻ്റെ ഇതിൽ ഈ മതവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ഒരു ബാഹ്യത്തിൻ്റെ ആളുകൾ എന്ന് ആരോപിക്കും ഈ സൂഫി സെക്റ്റിലുള്ള ആൾക്കാർ. അവർക്ക് ഈ ബാത്തിനൊന്നും അറിയാത്ത ലാഹിറിൻ്റെ ആളുകളാണ്. ഈ ലാഹിറിൻ്റെ ആളുകൾ ഇങ്ങനെ ഒരു വളരെ പെരിഫറലായിട്ടുള്ളൊരു സംവാദമാണ് ഞാൻ പറയുന്നത്. നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ട് അവർ കുറേ എല്ലാറ്റിൻ്റെയും ബാത്തിന് കാണുന്ന ആൾക്കാരാണ് ഈ ലാഹിറില്ല എന്ന് പറയും. അടിസ്ഥാനപരമായിട്ട് നമ്മുടെ നാട്ടിൽ പ്രകടമായിട്ട് കാണുന്ന സൂഫി തരീഖകൾ എന്ന് പറയുന്നതൊക്കെ അതും ലാഹിർ തന്നെയാണ്. അത് എന്താണോ ഈ സൂഫിസത്തിൻ്റെ തുടക്കത്തെക്കുറിച്ചുള്ള ഒരു പഠനമുണ്ടല്ലോ, IPH ഒരു ഉസ്മാൻ എന്ന് പറഞ്ഞ ഒരു പുസ്തകം ഉണ്ടായിരുന്നു, എനിക്ക് ഓർമ്മയില്ല, സൂഫിസവും എന്തോ ഒരു പുസ്തകം ഉണ്ടായിരുന്നു എൻ്റെ. അപ്പോൾ അതിൽ ഈ അധികാരപ്രമത്തത കൊണ്ട് മലീമസമായ ഒരു സമൂഹത്തിൽ അതിൽ നിന്നുള്ള റിബലുകളാണ് ഈ സൂഫിസം എന്ന് പറയുന്ന സാധനം കൊണ്ടുവന്നത്. കാരണം അത് കേവലം അതിൻ്റെ ഏതെല്ലാം ആത്മീയ തത്വങ്ങളും ഉള്ളുമാണോ അതിലുള്ളത് അതൊക്കെ വരണ്ടു പോയപ്പോൾ അതിനെ പിന്നെയും കൊണ്ടുവരുന്ന ഒരു നവോത്ഥാന പ്രക്രിയ പോലെയാണ് ചില ആളുകൾ ഈ സൂഫിസത്തിനെ തന്നെ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇതിനെ കൊണ്ട് നടക്കുന്നവരും പിന്നെ അതിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനും അതിൻ്റെ ഉള്ളറിയാത്തവരുമായി മാറുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അത് തീർത്തും വേറൊരു മതം പോലെയോ ഈ മതത്തിന് സമാന്തരമായ മറ്റൊരു മതം പോലെയോ ഒരു സംഘടന പോലെയോ ആകുന്നൊരു സ്വഭാവമാണ് പിന്നീട് ഇവിടെ ഈ സൂഫി ട്രഡീഷനുകൾക്കും സൂഫി പാരമ്പര്യങ്ങൾക്കും ഒക്കെ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ അതിലുള്ള പൊരുളുകളെ വ്യക്തമാക്കാൻ വേറെ കുറച്ച് ആൾക്കാർ വരേണ്ടി വരും. അപ്പോൾ ഏതായാലും ഗുരുക്കന്മാരെ കുറിച്ച് അങ്ങനെയാണ്. ഇപ്പോൾ മുഹീദ്ദീൻ മാല എടുത്തു നോക്കുക, അതിൻ്റെ ബാഹ്യത്തിൽ നോക്കുമ്പോൾ അത് കാരണം നമ്മൾ സൂഫി സംഗീതം എന്ന് പരിഗണിക്കുമ്പോൾ അതിൻ്റെ ലിറ്ററേച്ചറിനും കൂടി പരിഗണിക്കണം, അല്ലെങ്കിൽ ഒരു അക്ഷരം മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഈ മുഹീദ്ദീൻ മാല എടുക്കുന്നത്. നമ്മുടെ നാട്ടിലുണ്ടായിട്ടുള്ള ആദ്യത്തെ ഒരു കാവ്യമാണ്, പക്ഷെ അത് ചൊല്ലി വന്നിരുന്നത് ദ്രവിഡിയൻ സ്റ്റൈലിലാണ്. നമ്മുടെ നാട്ടിൽ പണ്ട് തൊട്ടേ ചൊല്ലി വരുന്നത് ഒരു ദ്രാവിഡന്മാരുടെ നാടൻ പാട്ടിൻ്റെ രീതിയാണ് നമ്മുടെ. അത് ദക്ഷിണേന്ത്യയിൽ ഉള്ള പല സൂഫി പാട്ടുകളും ബൈത്തുകളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ അതിനെ ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ തലത്തിൽ തങ്ങൾ സുന്നികൾ അവരെന്നെ അവകാശപ്പെടുന്നത് ഞങ്ങളാണ് യഥാർത്ഥ സൂഫികൾ എന്നാണ്. സുന്നികളോടെ ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ സുന്നി സംഘടനകൾ എന്നറിയപ്പെടുന്ന ആ അർത്ഥത്തിലുള്ള സുന്നികൾ. ഒരു മുഹീദ്ദീൻ മാലയുടെ ആധികാരിക വക്താക്കൾ ഞങ്ങളാണ്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാൻ ഞാൻ നിങ്ങളുടെ കൽബകം എന്നോവർ അതിലൊരു വരിയാണ്. അപ്പോൾ അവരതിനെ ആധികാരികമാക്കുക എങ്ങനെയാണ്? അവർ ചൊന്ന ബൈത്തി എന്നും ബഹജ കിതാബി എന്നും, അങ്ങനെ തെക്കുമില ബഹജത്തുൽ അസ്റാർ ഈ പുസ്തകങ്ങളിൽ നിന്നാണ് ഖാദി മുഹമ്മദ് ഈ ബൈത്തിന് വേണ്ട ആശയങ്ങൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് അത്രയും ആധികാരികമാണ്. കാരണം എന്താ, മുഹീദ്ദീൻ ഷെയ്ഖ് കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ ഓരോരുത്തരുടെ മനസ്സിലുള്ളതും ഇങ്ങനെ പിന്നെ ഈ ഇതിലൊക്കെ ഹിപ്നോട്ടിസത്തിലൊക്കെ പറയുന്ന പോലെ ഇങ്ങനെ പറഞ്ഞിരുന്നു എന്ന് ബഹജയിലും ഉണ്ടല്ലോ. ഇതാ അതിൻ്റെ സമാനമായ അറബ് ബൈത്ത് എന്ന് പറയും. കാരണം അറബിലും അതന്നെ ഉണ്ടാവുള്ളൂ. ആ കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാൻ ഞാൻ നിങ്ങളുടെ കൽബകം എന്നോവർ എന്നതിൻ്റെ അറബായിരിക്കും. പക്ഷെ എന്താണ് അവിടെ കുപ്പി? കൽബിനകത്തുള്ളത്, ശിഷ്യന്റെ കൽബിനകത്തുള്ളത് കാണുക എന്ന് പറഞ്ഞാൽ എന്താകുന്നു? തൻ്റെ മുമ്പിൽ മുരീദായിക്കൊണ്ട്, അഥവാ അള്ളാഹുവിനെ മാത്രം ഇറാദത്താക്കുന്നവനാണ് മുരീദ്. മുരീദായി വരുന്ന ഒരാളുടെ കൽബിനെ എങ്ങനെയാണ് ഗുരു കാണുന്നത് എന്നാണ് ആ പറയുന്നത് എന്ന് അതിൽ നിന്ന് കിട്ടൂല. അപ്പോൾ ഞാൻ ആ ഒരു വ്യത്യസ്തത പറഞ്ഞതാണ് ഗുരുക്കന്മാരുടെ അവദാനങ്ങൾ. പിന്നെ അതിലുള്ള ജ്ഞാനങ്ങൾ, ആ ജ്ഞാനങ്ങൾ ചിലപ്പോൾ പൊതുവെ കേട്ടറിയുന്ന, പൊതുവെ ഇവിടെ കൊണ്ടു നടക്കുന്ന ആളുകൾക്ക് പൊതുവായിട്ടറിയുന്ന മതത്തിൻ്റെ ബാഹ്യതലങ്ങൾ എന്നിവർ പറയുന്ന ആളുകൾക്ക് അപരിചിതമായ കാര്യങ്ങളായിരിക്കും എന്നുള്ളതാണ്. ഇതാണ് അതിൻ്റെ ഒരു ആശയത്തെക്കുറിച്ച് പറയാനുള്ളത്. ഇനി അതിൻ്റെ ഒരു
രൂപത്തിൽ ഇവരെങ്ങനെയാണ് ഈ കലഹിച്ചത് എന്നുള്ളത് അത് നേരത്തെ ഇവിടെ വന്ന ചർച്ചയുടെ ഒക്കെ ഒരു ബാക്കിയായിട്ടായിരിക്കും ഇത് വരിക എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ പ്രത്യേകിച്ച് ഈ ഗസലിൻ്റെ സദസ്സുകളൊക്കെ പറ്റി നമ്മളിങ്ങനെ വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ ഒരു അരിസ്റ്റോക്രാറ്റിക് ഉന്നത കുലീന വർഗത്തിൻ്റെ ഒരു ഇരിപ്പിൻ്റെ ഒരു തലമുണ്ട് സൂഫി സംഗീതത്തിന്, ഗസലിന് ഒക്കെ. പിന്നെ ദർബാർ, അതിലിരിക്കുക, അതിന് മുമ്പിൽ പാടുക, ഈ ഒരു ആ തരത്തിലുള്ള ഒരു ലാംഗ്വേജാണ് അതിനുള്ളത്, ശരീരം കൊണ്ടും ഭാഷ കൊണ്ടും. അപ്പോൾ ഗാലിബ് വളരെ പ്രത്യേക ജീവിതം നയിച്ച ആളാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്റ്റൈൽ വളരെ കുലീനമായിട്ടുള്ള ഒന്നാണ്. ഒരു പരിത്യാഗിയായിട്ട് നമുക്ക് ഗാലിബ് എന്ന കവിയെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഇത് ഹിന്ദുസ്ഥാനി സംഗീതത്തിലും അങ്ങനെ തന്നെയാണ്. ആ ഹിന്ദുസ്ഥാനി സംഗീതം എന്നതിൽ നിന്ന് ഈ സൂഫി സംഗീതം വേർതിരിയുന്ന ആ ഒരു രൂപത്തിലുള്ള പ്രതിരോധ തലത്തിലേക്കാണ് ഞാൻ വരുന്നത്. അത് ഈ ശാസ്ത്രീയം എന്ന് പറയപ്പെടുന്ന ഒരു സാധനം ഉണ്ടല്ലോ. ഇന്ത്യയിൽ ശാസ്ത്രീയം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഇന്ത്യയിൽ ശാസ്ത്രീയം എന്ന് പറഞ്ഞാൽ സവർണതയുടേതെന്ന് തന്നെയാണ് അർത്ഥം. ഇന്ത്യയിൽ ശാസ്ത്രീയം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് അക്കാലത്തുള്ള ശാസ്ത്രീയമാണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അത് ആ ലാവണ്യാനുഭൂതിയിൽ തന്നെ നിൽക്കണം. അതാണല്ലോ ശാസ്ത്രീയം. ആ ലാവണ്യാനുഭൂതിയിൽ ആശയവിമുക്തമായി ഇങ്ങനെ നിൽക്കണം. അധികാരവുമായിട്ട് പ്രത്യേകിച്ച് കലഹിക്കാൻ പാടില്ല. ആ രീതിയിലുള്ള വീട്ടകങ്ങളിൽ നല്ല രസമായിട്ട് ഇങ്ങനെ പോകുന്ന ഒരു സാധനമായിരിക്കും. അരിസ്റ്റോക്രാറ്റിക് ഗൃഹങ്ങളിൽ നല്ല ഉഷാറായിട്ട് പോകുന്ന ഒരു സാധനത്തിലേക്കാണ് ക്ലാസിസിസം കൂടുതൽ ചേരുക. അത് എപ്പോഴും അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. അതിനെ പൊളിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഈ സൂഫി സംഗീതത്തിൽ. രണ്ടിലും ഹിന്ദുസ്ഥാനി സംഗീതം ചേർന്ന് പോകുന്നുണ്ടെങ്കിലും ആ വിച്ഛേദനം സംഭവിച്ച, അത് നേരത്തെ ഇവിടെ പറഞ്ഞ് ഞാൻ അതിലേക്ക് വരാം, എങ്ങനെയാണത് വരുന്നതെന്ന് ഷബീറൊക്കെ ഉണ്ടായ സമയത്തുള്ളൊരു ചർച്ചയിൽ. അത് ഈ എന്തായാലും ക്ലാസിക്കൽ മ്യൂസിക്, ശാസ്ത്രീയ സംഗീതം എന്ന് പറയുന്ന എല്ലാ കാലത്തും നിരപേക്ഷ ജീവികളുടേതായിരിക്കും. ഇയാൾ പറഞ്ഞല്ലോ, ഈ തമിഴ്നാട്ടിൽ നല്ലൊരു ക്ലാസിക് ഒരു സംഗീതം, ഒരു ക്ലാസിക് ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ആരാണ്? കാഞ്ചീപുരം പട്ടും കാപ്പിയും കർണാട്ടിക് സംഗീതവും. ഈ കാതം മൂന്നുള്ള ആളാണ് ഏറ്റവും നല്ല. കാപ്പി മീൻസ് കാപ്പി രാഗല്ല, കോഫിയും കാഞ്ചീപുരം പട്ടും കർണാട്ടിക് സംഗീതവും ഉണ്ടെങ്കിൽ ഒരു ക്ലാസിക് ഇതായി. കാരണം വേറെ ഒന്നുമില്ല, അത്രയും നിരപേക്ഷമാണ് മറ്റ് അധികാരവുമായിട്ടൊക്കെ. ഈ രീതിയിലാണ് ക്ലാസിസം ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. ഈ കർണാട്ടിക് ക്ലാസിക് സംഗീതത്തിൻ്റെ ഉന്നതമായ ഒരു രീതിയിലാണ് ഈ ദേശീയതയോടും അതിനുശേഷം വന്ന ഈ അധികാര ബലതന്ത്രങ്ങളോടും ചേർന്ന് നിൽക്കുന്ന ആളുകളൊക്കെയും കർണാട്ടിക് സംഗീതത്തെ ആ ക്ലാസിക് എന്ന തലത്തിൽ കണ്ടപ്പോൾ ഹിന്ദുസ്ഥാനി സംഗീതത്തെ അവർക്ക് അങ്ങനെ കാണാൻ പറ്റാത്തത് പലർക്കും മധ്യകാല നൂറ്റാണ്ടിലുണ്ടായ അതിലൊന്ന് ഇസ്ലാമിക സ്വാധീനമാണ്. അതുകൊണ്ട് ആ സമയം മുതലാണ് അത് വലിയൊരു രാഷ്ട്രീയം തന്നെ. ഭാത്ഖണ്ഡയും പിന്നെ രണ്ട് വിഷ്ണുമാര്, വിഷ്ണു നാരായൺ ഭാത്ഖണ്ഡയും പലൂസ്കറും, ഈ രണ്ടു പേരുടെയും ചിലപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടാവാം, ഇതിൽ ശരിക്കും ആ ഒരു പദ്ധതി അതിൽ വിജയിക്കുകയാണ് ചെയ്തത്. ആ പദ്ധതിയുടെ ബാക്കിയാണ് ഇപ്പം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതൊക്കെ ഇവിടെ. ഇതിനോട് ഇന്ത്യയുടെ ഇപ്പോൾ ഏതൊരു അധികാരത്തിലാണോ ഇന്ത്യ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനോട് ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നതാക്കി പരുവപ്പെടുത്തി ഇപ്പം ഇന്ത്യൻ. അപ്പോൾ അതിലൊരു ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെ ഒരു പ്രത്യേക എറയിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾക്കൊരിക്കലും അതിൽ സ്ഥാനം കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ കാലത്തുള്ള പിന്നെ എല്ലാത്തരം രൂപങ്ങളെയും ഇവർ എടുത്തിട്ടുണ്ട് സൂഫി സംഗീതത്തിൽ. ചില രൂപങ്ങൾ ഇന്ത്യയിൽ വരുമ്പോൾ ഒരുപാട് പുതിയ രൂപങ്ങൾ തന്നെ, നേരത്തെ അമീർ ഖുസ്രു, ഖവാലി, അതുപോലെ തന്നെ ഗുൽ, നക്ഷ്, മുക്രിയ, അങ്ങനെ പലതരത്തിലുള്ള, ഇതൊക്കെ പലതരത്തിലുള്ള രചനയിലും ആലാപനത്തിലുള്ള വ്യത്യസ്തമായ വഴികളാണ്. ഇതൊക്കെയും സ്വീകരിച്ചിട്ടുണ്ട് അമീർ ഖുസ്രു. ഇത്രയും വലിയൊരു പാരമ്പര്യം തന്നെ ഉണ്ട്. നേരത്തെ ഷാനവാസി ചോദിക്കേണ്ടായി, ഈ കർണാട്ടിക് സംഗീതത്തിൽ ഉള്ളതുപോലെ ദൈവിക കീർത്തനങ്ങളും മറ്റും ഹിന്ദുസ്ഥാനി സംഗീതത്തിലുണ്ടോ? ഇത് കുറച്ച് ഭക്തിരസപ്രധാനമാണെങ്കിലും മറ്റത് പ്രണയരസപ്രധാനമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഉണ്ട്, ഖയാലിലും ചോട്ടെ ഖയാലിലും ബഡേ ഖയാലിലും ഒക്കെ ഇഷ്ടംപോലെ നാത്തുകളായിട്ടുള്ളത് വന്നിട്ടുണ്ട്, ഹംദുകളായിട്ടുള്ളത് വന്നിട്ടുണ്ട്, ദൈവത്തെക്കുറിച്ച് വന്നിട്ടുണ്ട്, പ്രവാചകരെക്കുറിച്ച് വന്നിട്ടുണ്ട്. കൂടുതലും അമീർ ഖുസ്രുവിൽ നിന്ന് വന്നിട്ടുള്ള എല്ലാ തരത്തിലുള്ള മ്യൂസിക് ജോണറുകളും. അതാണ് ഈ ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്പെസിമെൻ ആയിട്ട് ആളുകൾക്ക് കാണിക്കാനുള്ള മുഴുവൻ മാതൃകകളും ഉള്ളത് പിന്നെ പ്രവാചകരെക്കുറിച്ചും തൻ്റെ ഗുരുവിനെക്കുറിച്ചും എഴുതപ്പെട്ടതാണ്.
അമീർ ഖുസ്രു ഒരുപാട് കൊട്ടാരം കവിതകൾ എഴുതിയിട്ടുണ്ട്, ഒരുപാട് പിന്നെ പുസ്തകങ്ങൾ തന്നെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ. അമീർ ഖുസ്രു എന്താ പറയുക, ഏകദേശം 8ഓളം രാജാക്കന്മാരുടെ കീഴിൽ നിന്നിട്ടുണ്ട് അദ്ദേഹം. കാരണം അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു സൈനിക ഇതിലുണ്ടാകും, അങ്ങനെയാണ് അദ്ദേഹം സൈഫുദ്ദീൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ഇമാദുദ്ദീൻ കൊട്ടാരത്തിൽ തന്നെ വളർന്ന് അങ്ങനെ വന്നതാണ്. ഒരു പ്രത്യേക ഘട്ടത്തിലാണ് അദ്ദേഹം ഇതിലല്ല ഈ അപദാനങ്ങൾ എൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് പിന്നീട് അദ്ദേഹം നിസാമുദ്ദീൻ മെഹബൂബെ ഇലാഹിയെക്കുറിച്ച് എഴുതുന്നത്. അപ്പോൾ ഈ പിന്നെ ക്ലാസിക്കൽ എന്ന് പറയപ്പെടുന്നതിൽ ഏതായാലും ചുരുക്കി പറഞ്ഞാൽ പല ആളുകൾക്കും അതിൽ ഇതിനെ ചേർക്കാൻ മടിയുണ്ട്. എന്നാൽ ഇഷ്ടം പോലെ കീർത്തനങ്ങൾക്കും കൃതിക്കും സമാനമായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ഇതിൽ വന്നിട്ടുണ്ട്. പക്ഷേ അതിന് മുമ്പ് ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെ വിഷ്ണുമത്ത്, ശിവമത്ത്, അങ്ങനെ 2 മതം എന്നായിരിക്കും. ഈ 2 ട്രഡീഷനാണ് കൂടുതൽ ഈ ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ ഇത് പിന്നെ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഉള്ളത്. ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെ ക്ലാസിക്കൽ രൂപം പഠിപ്പിക്കുന്ന പാഠ്യ പദ്ധതികളിൽ അത് വരുന്നില്ല. അത് ശരിയാണ്. അതിൻ്റെ കാരണം ഈ നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ളൊരു സിലബസ് ഇവിടെ ഉണ്ടാക്കി അതിനെ ശാസ്ത്രീയവൽക്കരിച്ചപ്പോൾ അതിൽ നിന്ന് അത് ഒഴിവായതാണ് അതിൻ്റെ കാരണം എന്നാണ് ഈ രൂപപരമായിട്ട് ഇതെടുക്കുമ്പോൾ. ഏതായാലും 2 കാര്യത്തോട് കലഹിച്ചുകൊണ്ടാണ്, നിലവിലുള്ള അധികാരത്തോടും പൗരോഹിത്യത്തോടും കലഹിച്ചുകൊണ്ട് തന്നെയാണ് എല്ലാ കാലത്തും സൂഫി സംഗീതവും അതിൻ്റെ ലിറ്ററേച്ചറും പാട്ട് ഒക്കെ വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഇതാണ് പിന്നെ ഈ അതിനവർ അക്കാലത്തുള്ള എല്ലാ തരം രൂപങ്ങളും സ്വീകരിച്ചു, പുതിയൊരുപാട് രൂപം ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തു. അതിപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നുസ്രത്ത് ഫത്തേ അലി ഖാൻ്റെ ഒക്കെ ഇപ്പോൾ ഞാനൊരു അസീസ് മിയാനാണ് ഞാനൊരു ഏറ്റവും അതിൻ്റെ പ്രാചീനവും എന്നാൽ അതിൻ്റെ ഏറ്റവും ആത്മാവ് ഉൾക്കൊണ്ടതുമായിട്ട് ഞാൻ കാണുന്ന ഒരു സംഗീതകാരൻ അസീസ് മിയാനാണ്. നുസ്രത്ത് ഫത്തേ അലി ഖാനുണ്ട്. നുസ്രത്ത് ഫത്തേ അലി ഖാൻ്റെ ഒരു പ്രത്യേകത, അദ്ദേഹം സാങ്കേതികമായി ആധുനികത സ്വീകരിക്കുകയും അതിൻ്റെ ബോധപരമായിട്ട് അത് പിന്നെ സൂഫിയാനയിൽ തന്നെ നിൽക്കുകയും ചെയ്യുന്ന ഒരു രീതി നുസ്രത്ത് ഫത്തേ അലി ഖാൻ സാഹിബ് തന്നെ. ഒരുപാട് വിമർശനങ്ങൾ അക്കാലത്ത് ഉണ്ടായിട്ടുണ്ടാവണം. കാരണം ഒരു സാധനം പാരമ്പര്യമായി ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷനിലായി കഴിഞ്ഞാൽ, അത്രയും സ്ഥാപനവൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിന്ന് റിബലാകാതെ രക്ഷയില്ല. ആ അർത്ഥത്തിൽ റിബൽ തന്നെയാണ് ഫത്തേ അലി ഖാൻ. എനിക്ക് തോന്നുന്നില്ല അതിന് മുമ്പ് ഏതെങ്കിലും ഇന്ത്യയിലുള്ള ഖവ്വാലുകൾ പാശ്ചാത്യ ഇൻസ്ട്രുമെൻസിനെ ഇത്രയും സമൃദ്ധമായി ഉപയോഗിച്ച് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് അറിയുകയില്ല. ഏതായാലും ഇങ്ങനെ അതിൻ്റെ രൂപം, പിന്നെയുള്ളത് അതിൻ്റെ അനുഭൂതിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് ഈ ഒരു പ്രതിരോധവുമായി ബന്ധപ്പെട്ട് പറയേണ്ട കാര്യമേ അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ പ്രത്യേകിച്ച് ഒരു പ്രതിരോധമോ മറ്റൊന്നും അനുഭൂതിയിൽ, കാരണം ഈ പ്രതിരോധോന്മുഖത ഉള്ള ആൾക്കാർ അതിനില്ലാതാകുമ്പോഴുള്ള കാര്യമാണല്ലോ ഈ ലാവണ്യാനുഭൂതി പോലുള്ള കാര്യങ്ങൾ എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ഇവിടെ പറയേണ്ട കാര്യമെല്ലാം തോന്നുന്നു. അതിൻ്റെ അനുഭൂതിപരമായിട്ട് പ്രത്യേകിച്ച് അതിലൊരു പ്രതിരോധമൊന്നും നമുക്ക് കണ്ടെടുക്കാൻ നമുക്ക് കഴിയുകയില്ല. ഏതായാലും സൂഫി സംഗീതത്തിൻ്റെ പ്രമേയത്തിലും അതിൻ്റെ രൂപത്തിലും ആണ് ഇവരൊക്കെയും റിബലായിട്ട് വന്നിട്ടുള്ളതെന്ന്. ഇനി കേരളത്തിലൊരു സവിശേഷം, മറ്റത് ഒരുപാട് വലിയ ഒരു നമ്മുടെ ചർച്ചയിലൂടെ മുന്നോട്ട് പോകാം അതിൻ്റെ ഓരോ അടരുകളിലൂടെ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഖവാലി പിന്നെ പോലുള്ള കാര്യങ്ങളിലൊക്കെ കേരളത്തിൽ സൂഫി സംഗീതം പണ്ട് തൊട്ടേ ഈ ഭ്രഷ്ടാക്കപ്പെടുന്ന തുരീക്കകളിൽ ആണ് കൂടുതലും സൂഫി സംഗീതം അതിൻ്റെ ഏറ്റവും സുന്ദരമായ രീതിയിൽ ഉണ്ടായിരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് പൊതു മുസ്ലിം സമുദായം പഴയ കാലം മുതലേ സമസ്ത ഉണ്ടാകുന്നതിന് മുമ്പ് അതിൻ്റെ രീതി എങ്ങനെയായിരുന്നു എന്ന് എനിക്കറിയില്ല. സമൂഹം ഭ്രഷ്ട് കൽപ്പിക്കുന്ന ചില വഴികളുണ്ടാവും, ആത്മീയ വഴികൾ. ആ വഴികളുടെ ആളുകളാണ് സൂഫി സംഗീതം ഇവിടെ. കാരണം ഒന്നാമത് അവരെ ഫത്വയിൽ മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ് ഹറാമാണ്. മാപ്പിളപ്പാട്ട് പറഞ്ഞാൽ പിന്നെ അതിലൊന്നും മാപ്പിളപ്പാട്ട് എന്നുള്ള പദം ഉപയോഗിക്കാൻ പറ്റുമോ, ഏതാണ് അതിൽ പെടുന്നത്, അത് പോട്ടെ. അത് വേറൊരു ഭാഗത്ത് ഇങ്ങനെ പോകുന്നുണ്ട്, ഫത്വ ഒരു ഭാഗത്ത് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, അപ്പുറത്ത് അതങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയാണ് മാപ്പിളപ്പാട്ട് രംഗത്ത് ഈ ഇതുള്ളത്. മറ്റത് കുറച്ചും കൂടി ഭക്തിയുള്ളതും കുറച്ച് അവർ ദൈവത്തോട് കൂടുതൽ, അള്ളാഹുവിനോട് കൂടുതൽ അടുക്കുന്ന ആളുകൾ എന്തുകൊണ്ട് പിഴച്ച സാധനം ഉപയോഗിക്കുന്നു എന്നൊക്കെ ആയിരുന്നു ഇവിടെ സൂഫി സംഗീതത്തിനെതിരെ അതുണ്ടായിരുന്നത്. ദർഗകളിൽ വളരെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഖാൻഗാഹുകളിലൊക്കെ അതിൻ്റെ ഒരു രസം ഞാൻ കണ്ടെത്തുന്നത്, എന്തൊക്കെയാണോ ഇവിടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ പ്രത്യേകിച്ച് ഉത്തരദേശങ്ങളിലുള്ള ഏതെല്ലാം തരം ഉള്ളടക്കങ്ങളാണോ പാട്ടുകളിൽ വന്നിട്ടുള്ളത്, അവരെന്തെല്ലാം വഴികളിലൂടെയാണോ പോയിട്ടുള്ളത്, അതൊക്കെയും
ഇവിടെ ഈ തമിഴ്നാടും കേരളത്തിലും ഉണ്ടായിട്ടുള്ള പാട്ടുകളിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ടത് ഈ ഇച്ചമസ്താൻ്റെ പാട്ടുകൾ. അതിൻ്റെ ആലാപനം പലപ്പോഴും ഇവിടുത്തെ ദ്രവീഡിയൻ രൂപത്തോടോ മാപ്പിളപ്പാട്ട് രൂപത്തോടോ സിനിമാ പാട്ടുകളുടെ പാരഡിയോടാണ് ചേർക്കുന്നത്. അതിലൊരു വലിയൊരു കളർഫുൾ പാരമ്പര്യം കേരളത്തിൽ കാണാനില്ല. ഉത്തരേന്ത്യയിലെ പോലെ അതൊരു പ്രത്യേക വ്യവസ്ഥയായിട്ടോ ഒരു സംഗീത വ്യവസ്ഥയായിട്ടോ അത്രയും നമുക്കങ്ങനെ എന്തോ അതിന് മാത്രം പറയാനില്ല. ആളുകൾ വെറുതെ അതിനെ പൊലിപ്പിച്ച് പറയാറുണ്ട്, അതിന് മാത്രമൊന്നും ഇല്ല. അത് മാപ്പിളപ്പാട്ടിലും അങ്ങനെ തന്നെയാണ്. മാപ്പിളപ്പാട്ടിൻ്റെ രചനാപരതയിലാണ് അതിലെന്തെങ്കിലും ഒരു അത്രയും സമൃദ്ധിയുള്ളത്. ആലാപനത്തിൽ കുറവാണ്. കാരണം വളരെ കുറഞ്ഞ രാഗങ്ങളിലാണ് മാപ്പിളപ്പാട്ട് പാടിയിരുന്നത്. അതിൽ തന്നെ വളരെ അടുത്ത കാലത്താണ് ഹിന്ദുസ്ഥാനിയിൽ തന്നെയുള്ള ചില ജനപ്രിയ രാഗങ്ങളിലൂടെയൊക്കെ മാപ്പിളപ്പാട്ട് വന്നത്. അതിനുമുമ്പ് ഏകദേശം ദ്രവീഡിയൻ രീതികളിലാണ് ഒരുപാട് താളങ്ങളിൽ പിന്നെ താളക്രമങ്ങളിലും അതൊക്കെ അത് വരുന്നുണ്ടെങ്കിൽ കൂടി. അപ്പം അതുകൊണ്ട് അതിലും പിന്നെ സിനിമാ പാട്ടിൻ്റെ രീതിയിലും ഒക്കെയാണ് ക്ലാസിക്കൽ സംഗീതം എന്ന് പറയപ്പെടുന്ന വ്യവസ്ഥാപിതമായ സംഗീത രൂപങ്ങളിലൂടെ കേരളത്തിൽ വന്നിട്ടില്ല. എന്നാൽ ഇതിൻ്റെ ലിറ്ററേച്ചർ ആണെങ്കിലോ അത് എല്ലാ തരത്തിലും നമ്മളിപ്പോൾ ഗുൽ നോക്കുകയാണെങ്കിൽ, നക്ഷ് നോക്കുകയാണെങ്കിൽ, പിന്നെ മുക്രിയ നോക്കുകയാണെങ്കിൽ ഇതിനൊക്കെ സമാനമായിട്ടുള്ള പാട്ടുകൾ കേരളത്തിൽ ഈ ദക്ഷിണേന്ത്യയിലൊന്നും പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ മാലൈ പാട്ടുകൾ, തക്കലൈ പീറിൻ്റെ പാട്ടുകൾ, ഗുണംകുടി മസ്താൻ്റെ പാട്ടുകൾ, ഇച്ച മസ്താൻ്റെ പാട്ടുകൾ, ഈ പാട്ടുകളിലൊക്കെ സൂഫി സംഗീതത്തിൻ്റെ പ്രധാന ഭാഗങ്ങളിൽ ഏതെല്ലാം ലിറ്ററേച്ചറുകളിലൂടെയാണോ കടന്നു പോയിട്ടുള്ളത് അതിലൂടെയൊക്കെയും ദക്ഷിണേന്ത്യയിലുള്ള സൂഫി പാട്ടു സാഹിത്യങ്ങൾ, സൂഫി സംഗീതം എന്ന് പറയുമ്പോൾ ഇതിനെന്താണ് പറയേണ്ടതെന്നുള്ള വരി, സൂഫി വരികൾ എന്ന് പറയാൻ പറ്റില്ല, അത് ഗദ്യത്തിലും വരും. സൂഫി കവിതകൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റുമെന്നറിയില്ല. അപ്പോൾ പാകിസ്ഥാനിലെയും നോർത്ത് ഇന്ത്യയിലെയും സൂഫി സംഗീതത്തെ പറ്റി ഒരു ചർച്ച വരുമ്പോൾ ഓരോ സാഹിത്യത്തിനും അതിൻ്റെ ഓരോ ഇതിന് നമുക്ക് ഓരോ പേരുണ്ട്. ഇവിടെ നമുക്ക് മലയാളത്തിലും തമിഴിലും അങ്ങനെ ഒരു പേര് കിട്ടുന്നില്ല, 2-3 രീതിയിൽ അത് വന്നിട്ടുണ്ട് എന്നല്ലാതെ. അപ്പോൾ അതുകൊണ്ട് തന്നെ സൂഫി കവികൾ എഴുതിയ വരികൾ എന്ന് നമുക്ക് പറയാം. ഈ വരികളൊക്കെ ഇതിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഇതിലൊക്കെയും ഈ പൗരോഹിത്യത്തിനെതിരെയും അധികാരത്തിനെതിരെയുള്ള കലഹവുമൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്.